സർ, ഈ കമ്പ്യൂട്ടറൈസേഷൻ്റെ ഭാഗമായി ആധാറുമായി ലിങ്ക് ചെയ്ത് ഭൂമിയുടെ നികുതി അടക്കാൻ വില്ലേജുകളിൽ എത്തുമ്പോൾ കൈവശമുള്ള ഭൂമിയുടെ യഥാർത്ഥ അളവ് വില്ലേജുകളിലെ ഡിജിറ്റൽ രേഖകളിൽ ഇല്ലെന്ന് പറഞ്ഞ് നികുതി അടക്കാനാവാതെ സാധാരണക്കാർ ബുദ്ധിമുട്ടുന്ന അവസ്ഥയുണ്ട്. എൻ്റെ മണ്ഡലത്തിലെ ചേലയമ്പ്ര, പള്ളിക്കൽ വില്ലേജുകളിൽ ഇത്തരം സംഭവങ്ങൾ പതിവാണ്. അതുകൊണ്ട് ഫീൽഡ് വർക്ക് ഉദ്യോഗസ്ഥന്മാർ അതിനുവേണ്ടി നിർബന്ധിതരാവുകയാണ്. ആയതിനാൽ ഇത്തരം പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കാൻ കൈവശമുള്ള ഭൂമിയുടെ യഥാർത്ഥ അളവ് വിവരങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുന്ന നടപടികൾക്ക് മുൻഗണന നൽകുമോ എന്നുള്ളതാണ് ചോദ്യം. സാർ, അങ്ങ് പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ആ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുകയാണ് കേരളത്തിലെ ഗവൺമെൻറ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്തതുപോലെ നമുക്കറിയാം, ഏറ്റവും അവസാനം സെറ്റിൽമെൻറ്റ് ഉണ്ടായത് 1936 മലബാറിലാണ്. അതിനുശേഷം ഐക്യ കേരളത്തിലൊരു സെറ്റിൽമെൻറ്റ് ഉണ്ടായിട്ടില്ല. പലപ്പോഴും അങ്ങ് പറഞ്ഞതുപോലെ അളവ് നടക്കുമ്പോൾ ഈ രേഖയിലുള്ളതിനേക്കാൾ കൂടുതൽ വിസ്തൃതി അവരുടെ കൈവശത്തിലുണ്ടാവുകയാണ്. രേഖയിലുള്ളതിനേക്കാൾ കൂടുതൽ വിസ്തൃതി കൈവശത്തിലുണ്ടായാൽ പൊസസറി ടൈറ്റിൽ കിട്ടും എന്നല്ലാതെ അങ്ങ് പറഞ്ഞതുപോലെ ഡോക്യുമെൻ്ററി ടൈറ്റിൽ കിട്ടില്ല. ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഈ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യാൻ നമുക്കറിയാം, ബൗണ്ടറീസ് വിൽ പ്രിവെയിൽ ഓവർ എക്സ്റ്റെൻഡ് എന്നൊരു പൊതു തത്വം ഉണ്ടെങ്കിലും അത് ഡോക്യുമെൻ്റലാക്കാൻ ഇപ്പോൾ നടപടിയില്ല. അതുകൊണ്ട് 936 ശേഷം ഐക്യകേരളം രൂപീകരിച്ചതിന് ശേഷം ഇതുവരെ സെറ്റിൽമെൻറ്റ് ആക്ട് ഇല്ല എന്ന പ്രശ്നം പരിഹരിക്കാൻ ഈ സഭയ്ക്ക് തന്നെ ചർച്ച ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ അധികമായുണ്ടായ ഭൂമി സ്ഥിരീകരിക്കാൻ നിശ്ചിതമായിട്ടുള്ള നിയമത്തോടു കൂടി തന്നെ ഒരു നിയമം കൊണ്ടുവരാൻ ഉൾപ്പെടെ ഗവൺമെൻറ് ആലോചിക്കുന്നുണ്ട്. അങ്ങ് പറഞ്ഞ 2 വില്ലേജുകളിലെ പ്രത്യേകമായ പ്രശ്നം പരിശോധിക്കുന്നതാണ്.